എല്ലാവർക്കും ചൊക്കച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബേക്കിംഗ് ഒന്നും ആവശ്യമില്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ക്രീമാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1/3 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് സ്റ്റിഫാകുന്നിടം വരെ ഒന്ന് അടിച്ചെടുക്കുക. ഇത് ഇപ്പം നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് ഇരുന്നോട്ടെ. അപ്പോൾ അതിൻ്റെ സമയത്ത് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ 4 പീസ് ബ്രെഡാണ് ഇതിന് വേണ്ടി എടുക്കുന്നത്. കേക്കിന് കൂടുതൽ ലെയർ വേണമെങ്കിൽ കൂടുതൽ പീസ് ബ്രെഡ് എടുക്കാം കേട്ടോ. അത് അവരുടെ ഇഷ്ടത്തിന് എടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഈ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ലവ് ഷേപ്പിൽ ഞാനൊരു പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ പിന്നാലെ വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ മോൾഡൊന്നും ഇല്ലാതെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വാലന്റൈൻസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടാണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ലവ് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നന്നായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഓരോന്നോരോന്ന് വീതം എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവേ. ഇതാ ഞാനിവിടെ എല്ലാതും നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 ലെയറാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കേക്കിൻ്റെ ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു ലവ് ഷേപ്പ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഷുഗർ സിറപ്പാണ്. അതൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതാണ്. അതും കൂടെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബ്രെഡിന് മധുരം ഇല്ലാത്തത് കൊണ്ടും നന്നായിട്ടൊന്ന് വെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗിൽ തന്നെ ഇട്ടിട്ട് ചെയ്യണമെന്നില്ല, അല്ലാതെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ആ പൈപ്പിംഗ് ബാഗിലിട്ട് ചെയ്യുമ്പോഴത്തേനും കറക്റ്റായിട്ട് എല്ലായിടത്തും ഒരേപോലെ ക്രീം അപ്ലൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ലെവലാക്കി കൊടുക്കുകയും കൂടെ ചെയ്യണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിതിവിടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടെ ചേർക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഉള്ളിൽ വേറെ ഏതെങ്കിലും ഫില്ലിങ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ പീസ് ബ്രെഡ് ഇവിടെ വെക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുക, ക്രീം ഇതേപോലെ തേച്ച് കൊടുക്കുക. ഇത് ഓരോ ലെയറിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ പലതരത്തിലുള്ള കേക്കും ഈ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് എന്ത് വേണമെങ്കിലും നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിലോ അല്ലെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് വേണമെങ്കിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ക്രീമൊക്കെ തേച്ച് എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ കുറച്ച് സമയം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പോളം വൈറ്റ് ചോക്ലേറ്റും ഒരു ടീസ്പൂണോളം ബട്ടറും പിന്നെ 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഈ പാത്രത്തിൽ മുട്ടാൻ പാടില്ല കേട്ടോ. കുറച്ച് വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ചൂടോടുകൂടി തന്നെ നമ്മൾ ഈ അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയും കൂടെ വേണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തിയാൽ മാത്രമാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും കാണാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കളറ് ചേർത്ത് കൊടുക്കുകയാണ്. 3-4 ഡ്രോപ്സ് റെഡ് കളറ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ റെഡ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കയ്യിലുള്ള ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് വെച്ചിട്ട് വേറൊരു ചെറിയ പാത്രം മുകളിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്കാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ അത് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒഴുകി നിൽക്കുന്നത് പോലെ മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ തയ്യാറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.